വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. അഴിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കും. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ 6 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു. അതേസമയം പരാതിക്കാരി വിവാഹിതയെന്നറിഞ്ഞില്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം. പഴുതടച്ച പോലീസ് നീക്കത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ 26/2026 നമ്പർ റിമാൻഡ് തടവുകാരനാണ്. അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. IG G പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ 5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിച്ചില്ല. ഐഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ തയ്യാറായില്ല. സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന അന്വേഷണ സംഘത്തോട് വെല്ലുവിളി. ചോദ്യം ചെയ്യലിന് ശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച രാഹുലിന് നേരെ വലിയ പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ചും പോലീസ് വാഹനം വളഞ്ഞും DYFI യുവമോർച്ച പ്രവർത്തകർ. ഉച്ചയോടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തു. കോടതി വളപ്പിലും പിന്നീട് ജയിലിലേക്ക് എത്തിക്കുമ്പോഴും രാഹുലിന് നേരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. പരാതിക്കാരി വിവാഹിതയെന്ന് അറിഞ്ഞില്ലെന്നാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം. അതേസമയം ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ജയിൽ മാറണമെന്ന് രാഹുലും ആവശ്യപ്പെട്ടെന്നാണ് സൂചന. ആദ്യ കേസിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒളിവിൽ പോയ രാഹുലിന് അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഏറെ പഴികേട്ട പോലീസ് ഇക്കുറി ജാഗ്രതയോടെയാണ് നീക്കം നടത്തിയത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ലൈംഗിക ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIRലൂടെയും റിമാൻഡ് റിപ്പോർട്ടിലൂടെയും പുറത്തുവന്നത്. നിലവിൽ വിദേശത്തുള്ള തിരുവല്ല സ്വദേശിയായ അതിജീവിത രാഹുലിനെതിരെ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറി. രാഹുൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും അതിജീവിതയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ 2 ലൈംഗിക പീഡന പരാതികളുമായി ഏറെ സാമ്യമുള്ളതാണ് രാഹുലിനെ അഴിക്കുള്ളിലാക്കിയ 3ാം ബലാത്സംഗ പരാതി. കാനഡയിലുള്ള യുവതിയുടെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് 2023 സെപ്റ്റംബർ മുതൽ രാഹുൽ അടുപ്പം സ്ഥാപിച്ചത്. കുഞ്ഞുങ്ങളെ വേണമെന്നും നല്ലൊരു പിതാവായിരിക്കുമെന്നും സംസാരിച്ചു തുടങ്ങിയ രാഹുൽ വിവാഹത്തിന് താൽപ്പര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടൽ റൂമിൽ യുവതിയോട് റൂം ബുക്ക് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആദ്യമായി നേരിൽ കണ്ട യുവതിയുടെ മുഖത്ത് പോലും നോക്കാതെ രാഹുൽ ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. കുട്ടികളുണ്ടാകട്ടെ എന്ന് പറഞ്ഞായിരുന്നു പീഡനം. മുഖത്തടിക്കുകയും തുപ്പുകയും ശരീരമാകെ മുറിവേൽപ്പിക്കുകയും ചെയ്ത് രാഹുലിന്റെ കൊടും ക്രൂരത. അന്ന് ധരിച്ച വസ്ത്രങ്ങൾ യുവതി തെളിവിനായി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ സ്നേഹം നടിച്ച രാഹുലിനെ യുവതി വിശ്വസിച്ചു. എന്നാൽ 1 മാസം തികയും മുന്നേ രാഹുൽ മലക്കമറിഞ്ഞു. മറ്റാരുടെയോ കുഞ്ഞെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. DNA ടെസ്റ്റിന് തയ്യാറെന്ന് രാഹുലിനെ ഫോൺ വഴി അറിയിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും യുവതിയെ ബ്ലോക്ക് ചെയ്തിരുന്നു. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ ഗർഭമലസി. ഇതിനിടയിൽ ചെരുപ്പിനും സൺസ്ക്രീൻ ക്രീമിനും പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ആഹാരം കഴിക്കാൻ എന്ന പേരിലും പലതവണ രാഹുൽ പണം വാങ്ങിക്കൊണ്ടിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഫണ്ടിന്റെ പേരിലും പണം വാങ്ങി. വിശ്വസ്തൻ ഫെനി നയനാൻ വഴിയും പരാതി നൽകാതിരിക്കാനുള്ള വൈകാരിക ഇടപെടലുകൾ രാഹുൽ നടത്തിക്കൊണ്ടിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ പണം ചോദിച്ചെങ്കിലും നൽകിയില്ല. രാഹുലുമായുള്ള ബന്ധം ഫെന്നിയെ അറിയിച്ചെന്ന പേരിൽ അധിക്ഷേപവും അസഭ്യവും. മറ്റു പരാതികൾ വന്ന ശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ
സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നടക്കം രാഹുൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്നും അതിജീവിത പറയുന്നു. 24 തിരുവനന്തപുരം. സമൂഹമാധ്യമങ്ങളിൽ വൈകാരിക കുറിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ കേസിലെ അതിജീവിത. ദൈവത്തിന് നന്ദിയെന്നും സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ എന്നും അതിജീവിത പറയുന്നു. ആ കുറിപ്പിലേക്ക്. ദൈവമേ നന്ദി. അനുഭവിച്ച വേദനകൾക്കും വിധികൽപ്പിക്കലുകൾക്കും വഞ്ചനകൾക്കുമിടയിൽ തിരിച്ചറിയാനും ഉറച്ചു നിൽക്കാനും കെൽപ്പു നൽകിയതിന്. ഇരുളിൽ സംഭവിച്ചതും ലോകം കാണാത്ത കണ്ണീരും നീ കണ്ടതിന്. ഞങ്ങളുടെ ശരീരങ്ങൾ ക്രൂരമായി പിച്ചി ചീന്തുമ്പോഴും കുഞ്ഞുങ്ങളെ ബലമായി തട്ടിയെടുക്കുമ്പോഴും ചേർത്തുപിടിച്ച ദൈവമേ, സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ. അവരുടെ പിതാവാകാൻ യോഗ്യനല്ലാത്തയാളെ തെരഞ്ഞെടുത്തതിന് ആ കുഞ്ഞുങ്ങൾ മാപ്പു തരട്ടെ. ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ലോകത്തിനപ്പുറം ആ പൊന്നുമക്കളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. പേടിയും അതിക്രമവുമില്ലാത്ത സ്വർഗത്ത് കഴിയട്ടെ. പൊന്നോമനകളെ, ഈ നൊമ്പരപ്പിടച്ചിൽ നിങ്ങളോടെല്ലാം പറയും. നിങ്ങളുടെ ജീവിതവും ആത്മാവും അമൂല്യമായിരുന്നു. അമ്മ മറക്കില്ല. നമ്മളിനി കാണും വരെ ഹൃദയം നിറഞ്ഞ് നീയുണ്ട്. അത്രമേൽ ആഴത്തിൽ അതിരുകളില്ലാതെ കുഞ്ഞാറ്റ നീ നിറഞ്ഞുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കടുത്ത നടപടിക്ക് നിയമസഭാ എത്തിക്സ് കമ്മിറ്റി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പാർട്ടിക്ക് പുറത്തായ രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ല എന്നാണ് നേതാക്കളുടെ പ്രതികരണം. രാഹുലിനെ കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുന്നുവെന്ന് CPIM. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകുമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി രാഹുലിന്റെ അറസ്റ്റ് പരിശോധിക്കുമെന്നും സ്പീക്കർ. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. എത്ര വലിയ ആളാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് CPIM. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണമുണ്ടെന്നും നേതാക്കൾ. കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുലുള്ളത്, അന്നും അതെ ഇന്നും അതെ. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLA സ്ഥാനം രാജിവെക്കാതിരിക്കുമോ? ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്, അതാണ് ഞങ്ങൾ പറയുന്നത്. രാഹുലിനെതിരെ പരാതി ലഭിക്കും മുൻപ് തന്നെ പാർട്ടി നടപടിയെടുത്തെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പാർട്ടിക്ക് പുറത്തായ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനാകില്ലെന്നും നേതാക്കൾ. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അറസ്റ്റിന് സർക്കാർ നിർബന്ധിതമായെന്ന് BJP. കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടെന്നും ആരോപണം. വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. അറസ്റ്റിലൂടെ സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷയുണ്ടെന്ന് വ്യക്തമാകുന്നുവെന്നായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകലുന്നുവെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM കോഴിക്കോട് ജില്ലാ നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ജനങ്ങളെ കേൾക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 എക്സ്ക്ലൂസീവ് ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ദീപക്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റൊരു തിരിച്ചടി നമുക്ക് മുമ്പിലുണ്ട്. ഇനി ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. വിശദാംശങ്ങൾ എന്താണ് ദീപക് ധർമ്മടം?
ടി കെ റീജിയത്ത് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇതാദ്യമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നു. രാവിലെ മുതൽ ഈ യോഗത്തിലായിരുന്നു അദ്ദേഹം മണിക്കൂറിലേറെ സംസാരിച്ചു. ഓരോ മണ്ഡലത്തിന്റെ കാര്യത്തിലും അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലത്തിന്റെയും പ്രാദേശിക വിശദാംശങ്ങൾ വരെ ചോദിച്ചു മനസ്സിലാക്കിയുള്ള അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഡാറ്റ വെച്ചുകൊണ്ടുള്ള യോഗമായിരുന്നു. ആ യോഗത്തിലാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നേതാക്കൾ ജനങ്ങളെ കേൾക്കുന്നില്ല എന്ന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകലുന്നു, മാത്രവുമല്ല ജനങ്ങളോടൊപ്പം നിൽക്കാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തലിലേക്ക് അദ്ദേഹം പോയില്ലെങ്കിൽ പോലും ആ രീതിയിലുള്ള മുന്നറിയിപ്പ് കൃത്യമായി നൽകി. ഒരു വേളയിൽ അദ്ദേഹം ഇതുപോലും പറഞ്ഞു, ജനങ്ങൾ മുൻപിൽ നിന്നും അവരുടെ ജീവിത പ്രശ്നങ്ങൾ പറയുമ്പോൾ മൊബൈലിൽ കുത്തി കളിക്കുന്നത് പോലും ചില നേതാക്കൾ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ എന്നാൽ പാർട്ടിയാണ്, പാർട്ടി സാധാരണ ജനങ്ങളെ കേൾക്കുന്നില്ല എന്ന അർത്ഥമാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങണം, ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, പരിഹരിക്കാൻ സാധ്യമാകുന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. സാധ്യമാകാത്ത കാര്യം അവരെ ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്ലാതെ ജനങ്ങളിൽ നിന്നും അകലുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അടിയന്തര പ്രാധാന്യത്തിൽ ഇനിയുള്ള 3 മാസക്കാലം ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ വലിയ വിജയമുണ്ടാകും. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റും പിടിച്ചെടുക്കാനാകും അത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൃത്യമായ മുന്നറിയിപ്പാണ് റിജിത്ത് നൽകിയത്. ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നു എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. റിജിത്ത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകലുന്നു എന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. വാർത്തകളിലേക്ക് വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയ BJP ഇനി കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയെയാണ് കാണാൻ പോകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുമെന്നും അമിത്ഷാ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ BJP കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശം നൽകി. വികസിത സുരക്ഷിത വിശ്വാസ സംരക്ഷണ കേരളമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് BJPയുടെ തിരഞ്ഞെടുപ്പൊരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച അമിത്ഷാ ഗുജറാത്ത് മോഡലിൽ കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെ വിശ്വാസം സംരക്ഷിക്കുമെന്നും വിമർശനം. सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. കേരളത്തിൽ NDAയും മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്നിവർ ഉൾപ്പെടുന്ന UDFും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. NDAയും മറുവശത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും UDF. BJP ആസ്ഥാനത്ത് ചേർന്ന NDA നേതൃയോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്തു. ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി സംസ്ഥാനത്തെത്തിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കളം പിടിക്കാനാണ് BJPയുടെ ശ്രമം. 24 തിരുവനന്തപുരം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ നിലപാടിനെതിരെ KCBC. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലല്ല പോകേണ്ടതെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ 24നോട് പറഞ്ഞു. ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, NSSന് അനുവദിച്ചിരുന്ന പോലെ മറ്റു സൊസൈറ്റീസിനും അതേ കണ്ടീഷൻ വെച്ച് കൊടുക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. വീണ്ടും സുപ്രീം കോടതി പോയി കഴിഞ്ഞിട്ട് അവരെന്താ പറയാനുള്ളത്? ഇനി സുപ്രീം കോടതി പോകേണ്ട കാര്യമില്ല. കാരണം സുപ്രീം കോടതിയിലെ വിധി വ്യക്തമായിട്ട് നിങ്ങളത് വായിച്ചു നോക്കൂ. നിങ്ങളെന്താ അത് വായിച്ചു നോക്കുക, അതൊന്ന് കൃത്യമായിട്ട് എല്ലാവരുടെ മുൻപിലൊന്ന് വായിക്കൂ. എല്ലാവരും അറിയട്ടെ എന്താണ് സുപ്രീം കോടതി വിധിച്ചേക്കണേന്ന്. അത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാകാത്ത കാര്യമാകുമ്പോൾ അത് ഞങ്ങളുടെ ബുദ്ധിമുട്ടല്ല, അത് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല എന്ന്. ഒരു ഉത്തരവിലൂടെ തീർക്കാവുന്ന കാര്യം ഇത്രയും മോശമാക്കിയിട്ട്
എന്തോ സുപ്രീം കോടതിയുടെ പ്രശ്നമാണെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക വിവരങ്ങളിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച SIT. ഇന്നലെ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ മെഡിക്കൽ കോളേജിൽ നിന്നും ജയിലിലേക്ക് മാറ്റി. 8 മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇന്നലെ തന്ത്രിയുടെ വീട്ടിൽ നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സാധൂകരിക്കുന്ന തെളിവ് ശേഖരണമായിരുന്നു SIT വീട്ടിലെ പരിശോധനയിലൂടെ ലക്ഷ്യം വെച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. വസ്തു ഇടപാടുകളുടെ വിവരങ്ങളും തേടി. വീട്ടിലെ സ്വർണ്ണ ഉരുപ്പടികളിലും SIT വിശദമായ പരിശോധന നടത്തിയിരുന്നു. തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും SIT പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടത് വഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇന്നലെ നടന്ന വൈദ്യപരിശോധനയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് തന്ത്രിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്നറിയിച്ചാൽ തന്ത്രിയെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. ശേഷം നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. ശബരിമല വാർത്തകൾ ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോസ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടതുള്ളൽ നടന്നു. ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളാനെത്തിയത്. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി പോലീസ് ഡയറിയാണ്. പോലീസ് ഡയറിയുമായി പ്രേക്ഷകർക്കൊപ്പം സുഹേൽ മുഹമ്മദ് എത്തും. നമസ്കാരം.